വീഡിയോസിലും ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ മിതേച്ചി, ആർണവൻ ഞങ്ങളെല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് ചില്ലാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇന്നത്തെ ഒരു നൈറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് ഫുഡ് അടിക്കുക, അതേപോലെ തന്നെ ഒരു ബീച്ച് കൂടെ ജസ്റ്റ് ഒരു വാക്ക്, ഇതൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറേ ദിവസമായിട്ടുള്ള വോക്കും കാര്യങ്ങളൊക്കെ അതിനെക്കൊണ്ടേ ഒന്ന് ജസ്റ്റ് റിലാക്സ് ആവാൻ വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ ആർണവനെ ഞങ്ങൾ ആദ്യം ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടാക്കിയിട്ടും അത് കഴിഞ്ഞ് നേരെ മിതേച്ചിൻ്റെ വീട്ടിലേക്ക് തന്നെ വന്ന് അപ്പോഴത്തേക്കും മിതേച്ചി റെഡി ആയിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ മിതേച്ചിയൊക്കെ റെഡിയായി. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ കുറേ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് എടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആർണവനെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കൂട്ടിയുള്ള ടൈമായി. അവനെ കൂട്ടിയിട്ട് വേണം നമുക്ക് ബീച്ചിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അവിടുന്ന് ഒരു ഓട്ടോ കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. സ്വതവേ എപ്പോഴും ഓട്ടോ ഉള്ള സ്ഥലമാണ്, പക്ഷേ അപ്പോൾ കിട്ടിയില്ല. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ നമ്മൾ മെയിൻ റോഡിലെത്തി. അവിടുന്ന് നമ്മൾ ഓട്ടോ പിടിച്ച് പോയി നേരെ ആർണവൻ്റെ അടുത്ത് പോയി. അവിടുന്ന് ആർണവനെയും കൂട്ടി നമ്മൾ ഡയറക്റ്റ് ബീച്ചിലേക്കാണ് ചെന്നത്. അവിടെ ചെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കിയുള്ള പരിപാടി എന്നുണ്ട്. നമ്മൾ കടലാസ് എന്ന് പറയുന്ന കഫേയിലാണ് നമ്മൾ പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ആണ്. നല്ല അടിപൊളി ബീച്ച് വ്യൂ ഒക്കെ കണ്ട് നമ്മൾ ഫുഡൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാവുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അങ്ങനെ 2-3 ഡിഷസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ആ ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ആ കാറ്റും തട്ടി ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ആർണവനെയും കൂടി ഞങ്ങൾ ജസ്റ്റ് ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അധികം ആഴത്തിലേക്കൊന്നും പോയിട്ടില്ല. ജസ്റ്റ് ആ ഒരു ഷോളിൽ നിന്നിട്ട് കാലൊക്കെ ഒന്ന് നനച്ചങ്ങ് പോന്നു. വേഗം തന്നെ അങ്ങ് പോകുന്നു കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നു. 2-3 റീൽസ് എടുക്കണം, പിന്നെ കുറച്ച് ഗെയിമൊക്കെ കളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആർണവനെയും കൂടി ഞങ്ങൾ ആ ഗെയിമൊക്കെ പഠിപ്പിച്ചെടുത്ത് നമ്മളിങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വൈബായിരുന്നു. കാരണം അതൊക്കെ ഒരു രസമാണ് നമ്മളെ ലൈഫിലല്ലേ. നമുക്ക് പിന്നെയും നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന ഒരു ഫീൽ വരും നമുക്ക്. സത്യം പറഞ്ഞാൽ കുറേ ചിരിച്ചു കേട്ടോ. കാരണം ഒന്നെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും കുറേ ചിരിക്കാനും കളിക്കാനൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ കുറച്ച് ഗെയിമും കൂടി ആയപ്പോൾ ഒന്നും കൂടി അതിൻ്റെ പവർ കൂടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വേറൊരു മോഹം. കാരണം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന റീലുണ്ടല്ലോ, അതും കൂടി അങ്ങോട്ട് ചെയ്യാമെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കിടക്കാൻ തന്നെ കുറച്ച് നേരമൊക്കെ വൈകി. പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ ഡാൻസ് റീൽ എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ റെഡിയായി. പിന്നെ അവിടെ ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. മിതേച്ചിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കാൻ നടക്കും. പുറത്തേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് അവിടെ തന്നെ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അറിയാം. അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ.
ആർനവനെയും കൂട്ടി മിതീച്ചിൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഞാൻ നേരെ വീട്ടിലെത്തി അച്ഛമ്മേനെ വെച്ച് റീലെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.